ഗായ്സ്, വെൽക്കം ബാക്ക് ടു സഗഡമ വ്ളോഗ്സ്. സഗഡമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അമ്മ നേരത്തെ എഴുന്നേറ്റു, 6 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ എന്താണ് ഉച്ചക്കത്തേക്കിന് ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള വിവരങ്ങൾ അമ്മ പറയും. ഹലോ മക്കളെ, ഇന്ന് രാവിലെ അമ്മ എഴുന്നേറ്റ് പുറത്തു. ഇന്നലത്തെ പച്ചക്കറിയുടെ ഒക്കെ ബാക്കിയുണ്ട്. എന്നാൽ ഇന്ന് അതുകൊണ്ട് ചെറിയൊരു അവിയൽ പോലെ ഉണ്ടാക്കാൻ പറ്റും. അതിലൂടെ ചക്കക്കുരു കൂടെ ചക്കക്കുരു അമ്മ ഒരുക്കി കടല അടുപ്പ ഇട്ടു, ചോറ് അടുപ്പ ഇട്ടു. അങ്ങനത്തെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്നേരം വരും. അല്ല നിന്നോളൂ. പിന്നെ അന്നേരം കഷ്ണങ്ങളെല്ലാം അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേനയുണ്ട്, ഇത് മറ്റേ കുമ്പളങ്ങയുടെ ഒരു ശകലമാണെന്ന് തോന്നുന്നു, ചൊരക്ക അതുണ്ട്. പിന്നെ 5-6 ബീൻസ് ഉണ്ട്, മുരിങ്ങയ്ക്കയുണ്ട്, കായുണ്ട്, വഴുതനങ്ങയുണ്ട്, പടവലങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട്. ഇച്ചിരി ക്യാരറ്റുണ്ട്, മത്തങ്ങ വേണമെങ്കിൽ ഇടാം. എല്ലാ കൂട്ടവും ഇച്ചിരിയേ ഉള്ളൂ. അത് പിന്നെ വെറുതെ വെച്ചേക്കണ്ടല്ലോ എന്ന് വെച്ച് എല്ലാം കൂടെ കൂട്ടി അരിഞ്ഞ് നമുക്ക് അവിയലിൻ്റെ കഷ്ണം എല്ലാം കൂടെ അരിഞ്ഞ് വെക്കാം. നമുക്ക് അത് ഞാൻ കാണിക്കാം. ഇതൊന്ന് ഈ ചക്കക്കുരു ഒന്ന് തീർന്നോട്ടെ. ചക്കക്കുരു തീർന്നത് ഇത്രയേ ഉള്ളൂ. ചക്കക്കുരു ഇത്ര ഇരുന്ന് അത് വെറുതെ കളയണ്ടല്ലോ. കളയുന്നല്ല, നമുക്കൊരു കറിക്കുണ്ട്. അത് നല്ല ടേസ്റ്റ് അവിയലിൻ്റെ കൂടെ ചക്കക്കുരു ഇട്ട് വെക്കുന്നത്. പണ്ടുള്ളവരൊക്കെ വെക്കുമായിരുന്നു. നമ്മൾ വീടുകളില്ല, കല്യാണത്തിനും പടിഞ്ഞാറത്തൊക്കെ കല്യാണത്തിനും അവിയലിനകത്ത് ചക്കക്കുരു ഇടും. നമ്മുടെ ഇതിലുള്ള അവിയലിനകത്ത് ചക്കക്കുരു ഇടാറില്ല. അതായത് കല്യാണ സദ്യക്ക്, വീടുകളിലെ സദ്യക്ക് എല്ലാവരും എല്ലാം ഇട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് നമുക്കിതെല്ലാം അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. അവിയലിന്റെ കഷ്ണം എല്ലാം കഴുകി വാരി എല്ലാം വെച്ചിട്ടുണ്ട്. നീളത്തിലരിയണം. അങ്ങനെയാണ് സാധാരണ നമ്മളിങ്ങനെ അരിയുന്നല്ലാരും. ഞാൻ 2 പച്ചമുളക് കീറിയിടാം. രാവിലെ ഹാജരായിട്ടുണ്ട്. അത് രാവിലെ എഴുന്നേറ്റ് ഇനി വന്ന് ഇവിടെ അടുക്കളയിൽ നിൽപ്പുണ്ട്. അടുക്കളയിലല്ല, അവിടെ പച്ചമുളക് കീറിയിട്ടു. ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാം. അടുപ്പ് വെക്കാൻ പോകുമ്പോൾ മഞ്ഞപ്പൊടി ചേർക്കും. ഇച്ചിരി മുളക് പൊടി ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പ് വെക്കാം. ഞങ്ങൾക്ക് ഒഴിക്കണം, വേണ്ട. ഇനി നമുക്ക് അടുപ്പ വെച്ച് വേവിക്കാം. അതായത് കരിയാപ്പിലയും കൂടി ഇട്ടേക്കാം. തലയ്ക്ക് കരിയാപ്പില ഉണ്ടല്ലോ. കരിയാപ്പില നമുക്ക് അനിയത്തി വരുമ്പം കരിയാപ്പില ഉണ്ട്. അവരോടെ കരിയാപ്പില ഉണ്ട്. കരിയാപ്പിലയും കൂടെ വേവിക്കാം. ഇത് നമുക്ക് എളുപ്പം വെക്കാം. കടലിരിക്കുവാണ്. ഗ്യാസ് കത്തിച്ച് ഇത് നമുക്ക് കടലക്കറിക്ക് വെള്ളക്കടല അടുപ്പായിട്ട് രാവിലെ ചപ്പാത്തിയും വെള്ളക്കടലയോ. അത് ചപ്പാത്തി കുഴച്ചില്ല, ഞാൻ കുഴക്കാം. ഞാൻ അടുപ്പിരുന്ന് വേകട്ടെ. അടുത്ത് വെക്കാം. വെന്തിട്ട് കാണിക്കാം. കഷ്ണം എല്ലാം ഒന്ന് തിളച്ചു. വെന്തിട്ടില്ല, തിളച്ച്. ഇനി നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ചപ്പോൾ കാണത്തില്ല. അതിലിപ്പോൾ കണ്ട വെള്ളം കാണാം. അതായത് കഷ്ണം ഇച്ചിരി അവിയുമ്പോഴാണ് നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നത്. നമുക്ക് ഉപ്പിടാം. ഉപ്പ് തേഞ്ഞില്ല, പിന്നെ നമുക്ക് അരപ്പ് ചേർക്കുമ്പോൾ ഇടണം. ഉപ്പിനകത്ത് ഇടുന്നതൊന്ന് വേകട്ടെ. ചേന ഉള്ളതുണ്ട്, ചേന ചക്കുരുണ്ട്. ശകലം കൂടെ വെള്ളം ചേർത്ത്. ചേനയ്ക്കും ചക്കക്കുരുവിന് വേവുണ്ടല്ലോ. അതവിടെ നിന്ന് വേകട്ടെ. പിന്നെ ഇത് വെന്തു, കടല വെന്തു. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചേക്കും. ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ച് നമ്മൾ റേഷൻ കടയിലെ ആട്ടയാണ് അത് ഇരിക്കുന്നത്. അതാണ് നമുക്ക് വെക്കുന്നത്. നമുക്ക് ചപ്പാത്തിയും കടലക്കറിയും രാവിലെ വെക്കാനുള്ള പരിപാടി നോക്കാം. അടുത്ത അന്നേരത്തിന് അവിയലിൻ്റെ കഷ്ണം വേവും. അന്നേരത്തിന് തേങ്ങ പൊതിക്കട്ടെ, ചേരണ്ടട്ടെ, എല്ലാം പരിപാടി കിടക്കുന്നേ ഉള്ളൂ. അത് പുളി പിഴിഞ്ഞൊഴിക്കണം. നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് പുളി ഒഴിക്കാം. എനിക്ക് പുളി കൂടുതലിട്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് രസവും കൂടെ വെക്കണം. ഞാൻ ഇച്ചിരി ഇട്ടപ്പോൾ ഇച്ചിരി കൂടുതലിട്ടു. അത് കുറച്ചിനകത്ത് ഒഴിച്ചാൽ മതി. അമ്മാമ്മ വിളിക്കുന്നുണ്ട് ഇവിടെ. അമ്മാമ്മ എന്റെ അടുത്ത് കാണിച്ചു തരാം. അമ്മാമ്മ ഒന്ന് കാണിച്ചു തരാം. അമ്മാമ്മ കാണിക്കാൻ വേണ്ടിയാ അമ്മാമ്മ വെള്ളം വെക്കുന്നത്. അമ്മാമ്മ വേണ്ടേ? എല്ലാം അമ്മാമ്മയുടെ കൈ കൊടുക്കണം. അമ്മാമ്മയുടെ ഞാൻ അതവിടെ ഇരുന്ന് അതെല്ലാം പിടിച്ച് തളച്ചിട്ടാണ് അരപ്പ് റെഡിയാക്കാം.
ആ പിന്നെ വേറെ എന്നാ പറയാനുള്ളത്? ആ ഏതെ ആരെ എന്നാ? അയ്യോ എൻ്റെ അമ്മേ ആരെ? ആ ഒരു ടാറ്റ കൊടുത്തേ, ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ. അച്ഛമ്മയുടെ പൊന്നാരെ അത് കാണിച്ചേ, അച്ഛമ്മയുടെ പൊന്നെ അവരെ കാണിച്ചേ. ഓ അതങ്ങനെയാ, വെളുപ്പാക്കാലത്ത് എഴുന്നേറ്റിരിക്കുക, പിന്നെ എങ്ങനെ ബാ വിളിക്കുക, ഞാൻ ഉറങ്ങും അതുമില്ല. അവിയലിനുള്ള അരപ്പെല്ലാം ഒന്ന് എടുക്കാം. ജീരകപ്പൊടി ഇല്ല, അതുകൊണ്ട് ജീരകം ഇടുവാണ്. അത് അടിയിലിടുവാണെങ്കിൽ ചതഞ്ഞ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ജീരകം ഇട്ട് തേങ്ങായും ഉള്ളി അരച്ചെടുക്കട്ടെ. കാലെ കെട്ടിപ്പിടിക്കാൻ ചെയ്യുമ്പോ പുറകെ നിക്കുന്ന ഈ ചുമന്നുള്ളിയും കൂടെ ചതച്ചേക്ക കൊടുത്ത്, ചുമന്നുള്ളിയും കൂടെ ആ കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരപ്പെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം കൂടെ അങ്ങോട്ട് ഇടാം. ജീരകം, തേങ്ങ, കൊച്ചുള്ളി ചതച്ചത്. ആവി കയറട്ടെ. തേങ്ങയിലൊന്ന് തേങ്ങയിലോട്ടൊന്ന് ഒന്ന് 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 ആവി ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് എന്തോ എടുക്കമ്മേ. ഇന്നമ്മയോ എന്തുവാ പോലെ എന്തുവാ? ആ അങ്ങനെ നോക്കുന്ന എന്നാ രാവിലെ എന്തേ? ആ എന്തോ എന്റെ പൊന്നമ്മച്ചി ഏത്തച്ച പോയിങ്ങാൻ വെച്ചിട്ടുണ്ട്. ഏത്തങ്ങ പോയി തരാം. തരാവടി തരാം, എന്റെ പൊന്ന് തരാം. അവനെ എപ്പോഴും എടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അവന്റെ കൂടെ ചെന്ന് അവിടെ ടി വി വെച്ചേക്കുന്നുണ്ട്. അവന്റെ കൂടെ പോയി ഇരുന്നാ മതി. അയ്യോ മഴ പെയ്യുന്നുണ്ടോ? മഴയാ മഴ. അയ്യോ നമുക്ക് കൂട്ടാൻ വെക്കണ്ടേ, ജോലിക്ക് പോകണ്ടേ? അങ്ങനെ അതെല്ലാം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവിയൊക്കെ കേറി. കേശുവിന് മിനിയമ്മ എടുത്തോണ്ട് നിക്കണം. അതിനാ കേശു കരയുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അവനെ ഞാൻ മാത്രം എടുത്തോണ്ട് അങ്ങ് നിന്നാക്കാൻ അവന് വളരെ സന്തോഷം. അവന് അവിയൽ അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണയും കരിയാപ്പിലയും കൂടെ ഒഴിക്കുമ്പം അവിയൽ റെഡി ആവും. നമുക്ക് കരിയാപ്പില ഇട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കരിയാപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായ, ഒരുപാട് ചൂടാകണ്ട, അതിന് മുന്നേ നമുക്ക് അങ്ങ് വാങ്ങാം. അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂട്ടുക. ഉച്ചയ്ക്കാണ് ഇത് കൂട്ടുന്ന അവിയൽ. എല്ലാരും കണ്ടല്ലോ. ഇത് കണ്ട എല്ലാരും അതുപോലെ വെക്കുക. ഒഴിവായോ രാവിലെ അവിയൽ കൂട്ടാം.